നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നേ. ചന്ദ്രമതിയോട് രവീന്ദ്രൻ ചോദിച്ചു, അല്ല രേവതിയെ നീ സംശയിച്ചല്ലോ. ശ്രുതി 2-3 വട്ടം അങ്ങോട്ടേക്ക് വന്നു ഭാമയുടെ വീട്ടിലേക്ക്. എന്നിട്ട് നീ എന്തുകൊണ്ട് ശ്രുതിയെ സംശയിച്ചില്ല എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ചന്ദ്രമതി ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, നിന്റെ ഈ സ്വഭാവം ശരിയല്ല. രേവതിയെ നീ കുറ്റപ്പെടുത്തി. പക്ഷെങ്കിൽ വർഷയോ ശ്രുതിയോ നീ ഒരു വട്ടമെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അവരോട് ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു പ്രതികരിക്കും. രേവതി ഒന്നും പറയാത്തോണ്ടല്ലേ ഇത്ര സമയായി. രേവതിയല്ല തെറ്റുകാരി എന്ന് അറിഞ്ഞിട്ട് പോലും രേവതി നിന്നോട് എതിർത്തെങ്കിലും പറഞ്ഞോ, അമ്മ എന്നോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ? അതാണ് രേവതിയുടെ ഗുണം. പിന്നെ ഇത്ര സമയമായിട്ട് നിനക്ക് അവളൊരു ക്ഷമ ചോദിക്കാൻ തോന്നിയോ? നീ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞ? അവളെ മാത്രമല്ല, അവളുടെ വീട്ടുകാരെ. എന്നിട്ടോ? എന്നിട്ട് നിനക്ക് ക്ഷമ ചോദിക്കാൻ തോന്നിയോ? സച്ചി പറഞ്ഞു, പോട്ടെ അച്ഛാ, അല്ലെങ്കിൽ അമ്മയുടെ നാവിരുന്ന് അങ്ങനെയൊക്കെ കേൾക്കുമെന്ന് അച്ഛൻ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ലാന്ന് പറഞ്ഞു. രേവതി ആയതുകൊണ്ട്. ഈ സമയത്ത് വർഷ പറഞ്ഞു, എന്നെ കുറിച്ച് അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ തെറ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് പറയുവാണെങ്കിൽ ഞാൻ അച്ഛനാ അമ്മ ആരാന്ന് നോക്കത്തൊന്നുമില്ല. ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി തന്നെ പറയും. ഞാൻ വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, കേട്ടില്ലേ ചന്ദ്രേ, അങ്ങനെ പെൺപിള്ളേര് കണ്ടില്ലേ, രേവതി പാവമായതുകൊണ്ട് മാത്രം നീ പറഞ്ഞിട്ട് അവളൊന്നും മിണ്ടാതിരുന്നേ. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് നീ അതിന് മുതലെടുക്കാൻ ശ്രമിക്കരുത്. അവള് സംസാരിച്ചില്ലെന്ന് ഓർത്തുകൊണ്ട് അവൾക്ക് വേണ്ടി ആര് സംസാരിക്കാനില്ലെന്ന് നീ വിചാരിക്കരുത്. അവളുടെ അച്ഛനെ മരിച്ചു പോയിട്ടുള്ളൂ. ആ സ്ഥാനത്ത് പക്ഷെ ഞാനുണ്ട്, അറിയാലോ നിനക്ക്. അവളെ സംരക്ഷിക്കാനായിട്ട് ഞാൻ കാണുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. രേവതി പെട്ടെന്ന് രവീന്ദ്രന്റെ കാലിലേക്ക് വീണു. അച്ഛാന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും രവീന്ദ്രൻ രേവതിയെ പിടിച്ചെഴുന്നേപ്പിച്ചു. വിഷമിക്കേണ്ട മോളെ, നീ സങ്കടപ്പെടണ്ട. നിന്നെ ആർക്കും തകർക്കാനൊന്നും സാധിക്കില്ല. നിന്നെ ആർക്കും ഈ വീട്ടിൽ നിന്ന് ഒന്നിന്റെ ബെല്ലിറക്കി വിടാനും പറ്റില്ല. നിനക്ക് താങ്ങാനും തണലായിട്ട് ഞാനേ സച്ചിയൊക്കെ ഇല്ലേന്ന് ചോദിച്ചു. അതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോ ചന്ദ്രമതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി വല്ലാതായിപ്പോയി. സച്ചി പറഞ്ഞു, പോട്ടെ ബാ രേവതി എന്ന് പറഞ്ഞ് രേവതിയെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും രവീന്ദ്രൻ ചന്ദ്രമതിയോട് പറഞ്ഞു, കണ്ടില്ലേ, അതാണ് അവളുടെ ഗുണം. അവളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഉണ്ടല്ലോ. ഇപ്പൊ ചന്ദ്രേ, നീ വിവരം പറഞ്ഞേന്ന് പറഞ്ഞു. മറ്റുള്ളവരെ പഴിക്കുന്നതിന് മുമ്പ് നീ കാര്യം എന്താണെന്ന് അറിയണം. പറഞ്ഞ മനസ്സിലായാലും കാള പറ്റുന്നോർത്ത് ഉടനെ കയറെടുക്കാനായിട്ട് പോയേക്കരുത്. എന്തിനും ഏതിനും ന്യായം നീതിയൊക്കെ ഉണ്ട്. അവള് പാവമായതുകൊണ്ടല്ലേ നീ അവളുടെ മേത്ത് ഇങ്ങനെ കയറുന്നേ. അല്ലായിരുന്നെങ്കിലോ? അവള് തിരിച്ചു പ്രതികരിക്കുന്നവളായിരുന്നെങ്കിലും നിന്റെ അടവ് അഭ്യാസമൊന്നും അവളുടെ അടുത്ത് നടക്കില്ലായിരുന്നു പറഞ്ഞു. ഇത് അവസാനം താക്കിയതാ. ഇനി എങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അങ്ങോട്ട് പോയി. ചന്ദ്രമതി നന്നായിട്ട് നാണം കെട്ടുപോയി. നാണം കെട്ട് അകത്തേക്ക് കയറി പോവാണ്. ശ്രുതിക്കാണ് ഏറ്റവും കൂടുതൽ കളി കിട്ടിയത്. പൈസ പോവുകയും ചെയ്തു. താലിമാല കൊണ്ടേ വിൽക്കേണ്ട വന്നില്ലേ. പക്ഷെ ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതുകൊണ്ട് ശ്രുതിയും പിന്നെ കൂടുതലൊന്നും പറയാൻ പോയില്ല. കുറച്ച് കഴിഞ്ഞപ്പോ സച്ചി രേവതിയെ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ അവര് പണമൊക്കെ ഇട്ട് എണ്ണി തിട്ടപ്പെടുത്തി. സച്ചി കുറച്ച് പൈസ എടുത്തിട്ട് ബാക്കി പൈസ രേവതിയുടെയിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് 1,50,000 രൂപയുണ്ട്. അതെ, അമ്മയോട് വാങ്ങിച്ച മാല പണയം വെച്ചിട്ടില്ല മാല, അതെടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. സച്ചിയേട്ടാ അത് വേണ്ട, അതിരിക്കട്ടെ, അത് പിന്നെ എടുത്തു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അവർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയ മാലയല്ലേ, അതുകൊണ്ട് അതെടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞു. വേണ്ട സച്ചേട്ടാ, അതൊന്നും ശരിയാകത്തില്ല. നീ പൈസ പിടിക്കാനും പറഞ്ഞ് രേവതിയുടെയിലേക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നാളെ കൊണ്ട് അമ്മയ്ക്ക് പൈസ കൊടുക്കണം, മാല പണയനെടുത്തോളാം പറഞ്ഞു. ആ സമയം രേവതി പറഞ്ഞു, അല്ല സച്ചേട്ടന് കുറെ സീസിയും കാര്യങ്ങളൊക്കെ അടയ്ക്കാനില്ലേ, അത് അടയ്ക്കാൻ പറഞ്ഞു. അത് സാരമില്ല, അതിനുള്ള പൈസയൊക്കെ ഉണ്ട്, നീ അതൊന്നും ഓർക്കണ്ട. അല്ല അച്ഛന് പൈസ കൊടുത്തില്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അതൊക്കെ ഞാൻ കൊടുത്തായിരുന്നു പറഞ്ഞു. ഓ അപ്പൊ അതാണ് പൈസയിൽ ഇത്ര കുറവെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. അപ്പോഴേക്കും രേവതി പറഞ്ഞു, സച്ചേട്ടാ നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്കൊരാവശ്യം വന്നപ്പോൾ അച്ഛൻ പൈസ എടുത്ത് തന്നാ പിന്നെ അത് കൊടുക്കണ്ടേ. പിന്നെ കൊടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞു, എപ്പോഴെന്താ വെച്ച് ചോദിച്ചാൽ മതി, അതവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, എനിക്കായതുകൊണ്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ എടുത്തായിരുന്നേ. ശ്രുതിക്കാണെങ്കിൽ ഒരു കാരണവശാലും കൊടുക്കില്ല. അവൻ ചോദിക്കാതെ തന്നെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന സ്വഭാവം. എനിക്ക് പൈസ തന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അച്ഛന് തിരിച്ചു കിട്ടുമെന്നറിയാം. അത് മാത്രമല്ല ഞാൻ ഒരു കാരണവശാലും അങ്ങനെ പൈസയൊന്നും മേടിക്കുന്ന ആളും അല്ല എന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, ശരിക്കും എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഈ പണം എങ്ങാനും കിട്ടിയില്ലായിരുന്നെങ്കിൽ ഭാമാൻറ്റിക്ക് ആ പണം കിട്ടിയില്ലായിരുന്നെങ്കിൽ പെട്ടുപോയേനം. ഒടുവിൽ കുറ്റം എൻ്റെ തലയിൽ ഇരുന്നേനം. ഞാനാണ് കള്ളിന്ന് പറഞ്ഞു വരുത്തിയേനം. ബാക്കിയെല്ലാം സഹിക്കാം, പക്ഷെ അത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല സച്ചിയേട്ടാന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, അതെ, നമ്മൾ സത്യസന്ധമായിട്ടല്ലേ മുന്നോട്ട് പോകുന്നത്. നമ്മളോട് ദൈവമുണ്ട്. നീ ആരെ ചതിച്ചും വഞ്ചിച്ചൊന്നും അല്ല ഇവിടം വരെ എത്തിയത്. അതുകൊണ്ട് ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. നീ ധൈര്യമായിട്ടിരിക്കുക, അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. എന്നാലും സച്ചേട്ടാ, ഒരു നിമിഷം ഞാൻ ഭയന്നു പോയായിരുന്നു.
ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്തുണ്ട്. പൈസ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, പക്ഷെങ്കിൽ സൽപ്പേര് പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അത് ശരിയാ, നീ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ശരിക്കും ചെറുപ്പം മുതലേ എന്നോടൊപ്പം നിന്നേക്കുന്ന ആരെന്തരയോ എൻ്റെ അച്ഛനാണ്. എനിക്ക് എന്ത് ആപത്ത് വന്നാലും എനിക്ക് ആവശ്യം വന്നാലും എല്ലാം കൂടെ നിൽക്കുന്ന അച്ഛനാണ്. അമ്മയുടെ കാര്യം അറിയാലോ, എനിക്കറിയാം സച്ചിയേട്ടാന്ന് പറഞ്ഞു. ഇത് കേട്ടതും സച്ചി പറഞ്ഞു, അത്രയൊക്കെ ഉള്ളൂ. ഇവിടെ വേറെ ആരും എന്ത് പറഞ്ഞാലും നീ മൈൻഡ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അച്ഛൻ ഫുൾ സപ്പോർട്ടുമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടല്ലോ, നീ പേടിക്കൊന്നും വേണ്ട. പിന്നെ അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതാണല്ലോ എന്ന് പറഞ്ഞു. അതൊക്കെ എനിക്കറിയാം സച്ചിയേട്ടാ, ഇപ്പം ഞാൻ അതുമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിലൊന്നും പേടിയില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് പൈസ ബാലൻസ് ഉണ്ടായിരുന്നു. സച്ചി അത് കുടുക്കിക്കകത്ത് കിട്ടുവെക്കണം. ഇത് കുടുക്കിക്കകത്ത് കിടക്കട്ടെ, കാരണം കുടുക്കയിലെ പണം അവരെടുത്തിട്ടുണ്ടായിരുന്നു. 5 ലക്ഷം രൂപ തയ്ക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് പൈസ എങ്കിലും ഇതിനകത്ത് കിടക്കട്ടെ, ഇനിയിപ്പോൾ റൂമൊക്കെ പണിയാനായിട്ട് പണം വേണമല്ലോ എന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, അത് ശരിയാ, സാരമില്ല, നമുക്ക് അധികം വൈകാതെ അതൊക്കെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. റൂമൊക്കെ പണിയാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം രേവതിക്കും ഉണ്ടായിരുന്നു. പിന്നീട് ശ്രുതി ആദ്യയും വിമലാമ്മയൊക്കെ വേറെ വീട് മാറ്റുവാണ്. കാരണം മുമ്പ് ഇരുന്ന സ്ഥലത്തേക്ക് സച്ചിൻ രേവതി ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, അത് അപകടമാണ്. അതുകൊണ്ട് അവിടുന്ന് മാറ്റിയേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് വേറെ രേവതിക്ക് സച്ചിക്കൊന്നും അറിയത്തില്ലാത്തൊരു സ്ഥലത്തേക്ക് വീട് മാറ്റുവാണ്. അങ്ങനെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മീര ഉണ്ടായിരുന്നു. ഈ സമയത്ത് വിമലയോട് പറഞ്ഞു, അമ്മേ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ, ഈ വീട്ടിൽ വേണമെങ്കിൽ നിങ്ങൾ താമസിക്കാമെന്ന് പറഞ്ഞു. അല്ല അത് പിന്നെ അറിയാലോ, ആദ്യമൊക്കെ ഇവിടെ അടുത്ത് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞു, അതെ ഈ പരിസരമൊക്കെ ഞാനൊന്ന് കണ്ടുപോട്ടെ. എടാ പുറത്തേക്കൊന്നും പോയേക്കല്ലെന്ന് പറഞ്ഞു വിമല. പുറത്തൊന്നും പോകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീര പറഞ്ഞു, അവൻ പുറത്തേക്കൊന്നും നടന്നിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, അതൊന്നും ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. എന്നാലും ആദ്യം ഓടി പുറത്തേക്ക് പോയി. ആ സമയത്ത് ശ്രുതി പറഞ്ഞു, അമ്മയ്ക്ക് അറിയാലോ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന്. മുമ്പുണ്ടായിരുന്നിടത്ത് ആ രേവതി സച്ചി ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അവരുടെ ശല്യം സഹിക്ക വയ്യത, ഒരു കാരണവശാലും നമ്മൾ ഇവിടെ താമസിക്കുന്നതെന്നുള്ള കാര്യം ഇനി അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. എടി അത് പിന്നെ എങ്ങനെയെങ്കിലും അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അറിയാൻ പാടില്ല. പിന്നെ ഇവിടുത്തെ അയൽവക്കംകാരുമായിട്ട് അമ്മയ്ക്ക് അധികം കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞു. എടി എന്നും പറഞ്ഞുകൊണ്ട് അടുത്ത വീട്ടുകാരാണ് ചിലപ്പോഴൊക്കെ നമ്മളവിടെ സംസാരിച്ചെന്ന് വരത്തില്ല, അങ്ങനെ സംസാരിക്കാനൊന്നും പോകണ്ട. ഹൗസ് ഓണറോട് ഞാനൊരു കള്ളക്കഥ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് മാത്രം പറഞ്ഞ്. പിന്നെ അമ്മ അറിയാലോ, അമ്മയുടെ പതിവ് സ്വഭാവം അമ്മ കാണിച്ചേക്കരുത്. അയൽവക്കംകാരുമായിട്ട് അധികം സെന്റിമെന്റ്സിനും കാര്യത്തിനും ഒന്നും പോയേക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നേ? കാരണം എനിക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണ്ടേ, അതൊക്കെ ഞാൻ എല്ലാ ആഴ്ചയും വാങ്ങിച്ചോണ്ട് തന്നോളാം. ആഴ്ച വാങ്ങിക്കൊണ്ട് തരാമെന്ന്. അതെ, പിന്നെ അറിയാലോ വൈകുന്നേരമായി കഴിയുമ്പോൾ നേരത്തെ തന്നെ വീട്ടിൽ കയറിക്കണം. അതിൽ മുറ്റത്തൊന്നും ചുമ്മാ ചുറ്റിക്കറങ്ങി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ആരോട് സംസാരിക്കാനൊന്നും പോകണ്ട. അങ്ങനെ കുറേ നിർദ്ദേശങ്ങൾ കൊടുക്കണം. അത് കേട്ടപ്പോൾ വിമല പറഞ്ഞു, ഇതിനേക്കാളും ഭേദം എന്നെ നീ പിടിച്ച് ജയിലിലിടുന്നായിരുന്നു. ഇത് എന്തൊരു കഷ്ടമാണെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു, അമ്മയ്ക്കിത് പറയാ, എൻ്റെ അവസ്ഥ എനിക്കെല്ലാം അറിയുള്ളൂ, ഞാൻ എങ്ങനെയാ നടക്കണമെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. മീര പറഞ്ഞു, തൽക്കാലത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അമ്മയെന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം കൂടെ അങ്ങോട്ടേക്ക് വന്നു. പിന്നീട് ശ്രുതി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങണേ. എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ വിമലയ്ക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ശ്രുതിയുടെ കാര്യം ഓർത്തിട്ട്. കാരണം കർശന നിയന്ത്രണമായിരുന്നു ശ്രുതിക്ക്, അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്നൊക്കെ. കാരണം തൻ്റെ കഥകളും കാര്യങ്ങളൊന്നും ഇവിടെ ഒന്നും ആരും അറിയാൻ പാടില്ല. ഇനി സച്ചിയും രേവതിയും പേടിച്ച് ജീവിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ഇവർ പഴയ താമസിച്ച ആ വീട്ടിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവർ വരുന്നതുകൊണ്ട് എപ്പോഴും ഏത് സമയത്ത് തൻ്റെ കള്ളത്തരം പിടിക്കപ്പെടുമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് വീട് പോലും മാറിയത്. ഇതേ സമയത്ത് സച്ചി ഒരു ഓട്ടം പോവാണ്. അങ്ങനെ ഓട്ടം പോയി അവരെ കൊണ്ട് ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോൾ പൈസ കൊടുത്തു. 2670 രൂപയായി. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും 30 രൂപ എക്സ്ട്രാ കൊടുത്തു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, വേണ്ട സാറേ, ഞാൻ എന്തായാലും അധ്വാനിച്ചോളാണോ കൂടിയേ മേടിക്കുള്ളൂ, എക്സ്ട്രാ പൈസ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം സച്ചി ഓർത്തു, ആദ്യം കണ്ട് കുറേ നാളായല്ലോ, ആദ്യം ഒന്ന് വിളിച്ചു നോക്കാം, ഇവിടെ അടുത്തല്ലേ ആദ്യമൊക്കെ താമസിക്കണേ. അങ്ങനെ വിളിക്കാൻ തുടങ്ങണം. അല്ലേ പിന്നെ എന്തിനാ ഫോൺ വിളിക്കുന്ന, ആ വീട്ടിലേക്ക് ചെല്ലാലോ എന്ന് ഓർത്തുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നു. അവിടെ ചെന്ന് ഇപ്പം വീടൊക്കെ പൂട്ടിയിട്ടിരിക്കുന്നു. ഇവരിത് എവിടെ പോയി എന്നൊരു ചിന്തയുണ്ടായി. അപ്പോഴേക്കും അടുത്ത വീട്ടിലൊരു ചേച്ചി വന്നു. ചേച്ചിയോട് കാര്യം തിരക്കുവാണ്. അല്ല 2-3 ദിവസമായിട്ട് അവരിവിടെ കാണുന്നില്ല, എങ്ങോട്ട് പോയെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അറിയത്തില്ലേ? അതെ, ഇനിയിപ്പോൾ അവരുടെ ബന്ധുക്കാരുടെ വീട്ടിൽ വല്ലതും പോയെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് ലക്ഷ്മിയമ്മയുടെ ഈ സമയത്ത് വിമലയുടെ ഫോണിലേക്ക് കോള് വിളിക്കുവാണ് സച്ചി. എവിടെ പോയി എന്തായതെന്നൊക്കെ അറിയണമല്ലോ. അപ്പോഴേക്കും വിമലയ്ക്ക് ടെൻഷനായി, എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ശ്രുതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെ ഇപ്പം താമസിക്കുന്നുള്ള കാര്യമൊന്നും പറയില്ലെന്ന്. ഒടുവിൽ വിമല കോൾ എടുത്തു. എന്താ സച്ചിന്ന് ചോദിച്ചു. അല്ല ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ വീട് പൂട്ടിക്കിടക്കുന്നു.
ആൻറ്റി ഇത് എവിടെയാന്നൊക്കെ ചോദിച്ചു. അത് പിന്നെ ഞങ്ങളിപ്പോൾ അവിടെ അല്ലാന്ന് പറഞ്ഞു. പിന്നെ എവിടെയാ? ഞങ്ങൾ വേറൊരു വീട്ടിലേക്ക് താമസം മാറി. വേറെ വീട്ടിലേക്ക് അതെവിടെയാ? സച്ചി അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല, അതൊന്നും ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. എൻ്റെ മോള് പുതിയൊരു വീട് ശരിയാക്കി തന്നാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, അതെന്താ ആൻറ്റി, ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണോ? തൽക്കാലത്തേക്ക് ആരോടും പറയണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വെച്ചേക്കുവാ സച്ചി എന്ന് പറഞ്ഞിട്ട് വിമല പെട്ടെന്ന് കോള് കട്ട് ചെയ്തു. സച്ചിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം എന്തോ അവർ ഒളിക്കാൻ ശ്രമിക്കുന്ന പോലെ ഒരു തോന്നല് സച്ചിയുടെ മനസ്സിലുണ്ടായി. അതേ സമയത്ത് രവീന്ദ്രൻ ഒരു ജോലിയുടെ കാര്യത്തിനായിട്ട് പോവുകയാണ്. അപ്പം അശോകനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അശോകൻ ഒരു സ്ഥലത്ത് ജോലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്കൂളിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടുത്തെ ഒരു സ്റ്റാഫിനെ കയറി കാണുകയാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും പറഞ്ഞു, അശോകൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 10-35 വർഷക്കാലം KSRTC ഡ്രൈവർ ആയിരുന്നല്ലേ എന്ന് ചോദിച്ചു. അതെ, ഡ്രൈവറായിരുന്നു. പിന്നെ റിട്ടയർ ആയതിനു ശേഷം വീട്ടിൽ ഇരിക്കാൻ മടിയായതുകൊണ്ടാ. അല്ല, നിനക്ക് മക്കളൊക്കെയോ? ആ, 3 ആൺകുട്ടികളുണ്ട്. അവരുടെ 3 പേരുടെ കല്യാണമൊക്കെ കഴിഞ്ഞാന്ന് പറഞ്ഞു. ഓ, അങ്ങനെയാണല്ലേ. ഇപ്പൊ എന്താണെന്ന് അറിയത്തില്ല, വെറുതെ വീട്ടിലിരിക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അപ്പൊ എന്തേലും ജോലി ചെയ്യാന്ന് വിചാരിച്ചെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ അയാൾ പറഞ്ഞു, ആയിക്കോട്ടെ, ഇവിടെ ഇപ്പൊ അക്കൗണ്ട് സെക്ഷനിലേക്ക് ഒരു ഒഴിവുണ്ട്, അവിടെ കയറിക്കോ. ഇനിയിപ്പം ഞങ്ങളുടെ ഒരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലപ്പം അവിടേക്കും വേണേ പോ. അതാകുമ്പോൾ ഫുൾ ടൈമാ. ഇതിപ്പോ ആഴ്ചയിൽ ഒരു ദിവസം വന്നാൽ മതി. ഇവിടെ ആകുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം വന്നു കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ പുതിയ ബ്രാഞ്ചിലേക്ക് മാറുവാണെങ്കിൽ എല്ലാ ദിവസവും തന്നെ വരേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, അത് സാരമില്ല, എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാർ തീരുമാനിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. രവീന്ദ്രന് സന്തോഷമായി. കാരണം വെറുതെ വീട്ടിലിരിക്കുന്നേക്കാളും ഭേദമല്ലേ, പൈസയും കിട്ടും, ബോറടി മാറുകയും ചെയ്യും. അങ്ങനെ ഒരു സന്തോഷത്തിലാണ് രവീന്ദ്രൻ പോരുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.